മാസാവസാനം പണം തികയാത്ത അവസ്ഥ മാറ്റാൻ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം, പേ യുവർ സെൽഫ് ഫസ്റ്റ്. ശമ്പളം വന്നാൽ അതിൽ നിന്നും 20% വേറൊരു അക്കൗണ്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുക. ബാക്കിയുള്ള 80% മാത്രം എക്സ്പെൻസ് ആക്കുക. എല്ലാം കഴിഞ്ഞ് മിച്ചം വെച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചാല് അത് നടക്കുന്ന കാര്യമല്ല. രണ്ടാമത്തെ കാര്യം, ട്രാക്ക് യുവർ എക്സ്പെൻസ്. ഒരു 3 മാസമെങ്കിലും ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഫോണിലോ എവിടെയെങ്കിലും നിങ്ങളുടെ ഡെയിലി എക്സ്പെൻസ് ഒന്ന് രേഖപ്പെടുത്തി പോവുക. മാസാവസാനം ആകുമ്പോൾ ഒന്ന് കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, വെറും ചായക്കും ബിസ്ക്കറ്റിനും വരെ 10,000 രൂപയോളം നമ്മൾ മാസം ചെലവാക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. മൂന്നാമത്തെ കാര്യം, 24 അവേഴ്സ് റൂളാണ്. എന്തെങ്കിലും വലിയ കാര്യങ്ങളൊക്കെ വാങ്ങാൻ തോന്നുമ്പോൾ ഒരു 24 മണിക്കൂർ നേരത്തേക്ക് വെയിറ്റ് ചെയ്യുക. എന്നിട്ടും നമുക്കത് വാങ്ങണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഇമ്പൾസ് ബൈയിങ് എന്ന രീതി നമുക്ക് ഇതുകൊണ്ട് ഒഴിവാക്കാൻ സാധിക്കും. പെട്ടെന്ന് തോന്നുന്ന ഒരു വികാരത്തിൽ പല എക്സ്പെൻസും നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. എന്നാൽ കുറച്ചൊന്ന് ചിന്തിച്ചാൽ, കുറച്ചൊന്ന് സാവകാശം കൊടുത്താൽ നമുക്ക് തോന്നും ഇത് അത്ര അത്യാവശ്യമുള്ളതല്ല എന്ന്. നിങ്ങൾ നിങ്ങളുടെ ചിലവുകൾ എഴുതി വെക്കാറുണ്ടോ? താഴെ കമന്റ് ചെയ്യുക, യെസ് ഓർ നോ.